ക്യൂഫയുടെ ആഭിമുഖ്യത്തിൽ 12-ന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ ഫുട്ബോൾ കോച്ചായ CPM ഉസ്മാൻ കോയയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല ഫുട്ബോൾ ടീമിലെ അംഗങ്ങൾക്കായി കളിക്കാരുടെ ക്ഷേമത്തിനായി 1994 രൂപീകരിച്ച സംഘടനയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അഥവാ ക്യൂഫ. അംഗങ്ങളായ കളിക്കാരുടെ അകാല ചർമ്മങ്ങളിൽ കുടുംബത്തെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കളിക്കാരെയും സഹായിക്കുകയാണ് ക്യൂഫയുടെ പ്രധാന ലക്ഷ്യം. ക്യൂഫയുടെ ആഭിമുഖ്യത്തിൽ 12-ന് അംഗങ്ങൾ 4 ടീമുകളായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം നടത്തും. മുൻ രാജ്യാന്തര ദേശീയ താരങ്ങളായ KP സേതുമാധവൻ, വിക്ടർ മഞ്ഞില, ഡോക്ടർ MI M മുഹമ്മദ് ബഷീർ, MM ജേക്കബ്, KF ബെന്നി, U അഷ്റഫ് അലി, CV പാപ്പച്ചൻ, ജോപോൾ അഞ്ചേരി, സുശാന്ത് മാത്യു, അബ്ദുൽ ഹക്കീം തുടങ്ങിയവർ ബൂട്ടണിയും. ക്യൂഫയുടെ 30ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും 11 മണിക്ക് കണ്ണൂർ പാഗ്രൂവ് ഹെറിറ്റേജ് റീട്രീറ്റ് ഹോട്ടലിൽ നടക്കും. ഫുട്ബോളിന്റെ ഉന്നമനത്തിനായി യുവ കളിക്കാർക്ക് പരിശീലനം നൽകി ഫുട്ബോളിനെയും കളിക്കാരെയും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യവും സംഘടനയ്ക്കുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പനക്കാട് അബ്ദുൽ ഖാദർ, P അബ്ദുൽ ഹമീദ്, MM നവീൻ, സുമൻ PV, മാമുക്കോയ എന്നിവർ പങ്കെടുത്തു. 30 വർഷമായി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയും തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ പഴയ കളിക്കാരുണ്ട്, കളിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോയി, അവർ റിട്ടയർ ചെയ്ത് അവരും അവരുടെ ജീവിതവും കുടുംബവുമായിട്ട് കഴിഞ്ഞുകൂടും. 30 വർഷമായിട്ട് ഇത്രയും സംഘടിതമായിട്ട് നടക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത് CP ഉസ്മാൻ കോയ, നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള കോച്ചാണ്. അദ്ദേഹം നിർഭാഗ്യവശാൽ മറ്റന്നാളത്തെ സംഗമത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോൾ മകൻ്റെ കൂടെ ദുബായിലാണ്. ശാരീരികമായി ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യ ഈയിടെയാണ് ദിവംഗതയായത്. അദ്ദേഹം വേണ്ടി പിന്നെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ളത് സീനിയർ സേതുമാധവൻ ആണ് ഈ ക്യൂഫയുടെ. പിന്നെ ജനറൽ സെക്രട്ടറി വിക്ടർ മഞ്ഞില, പിന്നെ 2 ജോയിൻറ്റ് സെക്രട്ടറിമാരാണുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഹമീദും പിന്നെ ഒന്ന് റഷീദ് കസ്റ്റംസിലുള്ള. ട്രഷററായിട്ടുള്ളത് രാമചന്ദ്രൻ. ഇതാണ് ഭാരവാഹികൾ. പിന്നെ നമ്മൾ 10-15 മേലെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. വളരെ ചിട്ടയോടുകൂടി ഇപ്പം നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് അപ്പുറത്തായിട്ട് നമ്മൾ യുവ തലമുറക്ക് കോച്ചിങ് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് യൂഫ വലിയൊരു ഇതായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ കോഴിക്കോട് കിഡ്സിൻ്റെ ഒരു ടൂർണമെൻ്റ് അവിടെ 10 വയസ്സിന് താഴെയുള്ള 6ഓളം ടീമുകളെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ അവിടെ കല്യാണ കേന്ദ്രയാണ് അതിന് സ്പോൺസറായിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് നല്ല സപ്പോർട്ട് കൂടിയിട്ടുള്ള ഗ്രൗണ്ടിൽ അവിടെ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ മറ്റ് ജില്ലകളിലും സമീപ ഭാവിയിൽ ഈ പ്രാവശ്യത്തെ AGM-ൽ വലിയൊരു അജണ്ടയായിട്ട് അതിനെപ്പറ്റിയാണ് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിലപ്പുറമായിട്ട് പല സ്ഥലത്തും വിക്ടറിൻ്റെയും മറ്റ് കോച്ചസായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കോച്ചിങ്, ഷോർട്ട് ടേം കോച്ചിങ് പല സെൻറ്ററിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സേവനം. ഇന്ന് വന്ന് വ്യാഴാഴ്ച നാളത്തോടു കൂടിയിട്ട് വൈകിട്ട് ഇവിടെ എല്ലാ കളിക്കാരും ഈ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ മുൻ കളിക്കാർ പങ്കെടുക്കുന്നത്. ഏകദേശം 86ഓളം ആളുകൾ പങ്കെടുക്കുന്നില്ല. അത് ഓൺലി മെമ്പേഴ്സാണ്, ഈ ക്യൂഫയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ. ഞങ്ങൾ ഇവിടെ പാം ഗ്രോവിൽ ബുക്ക് ചെയ്തിട്ട് തലേ ദിവസം വരുന്ന ആളുകൾക്ക് അക്കോമഡേഷനൊക്കെ ഇതൊക്കെ ഞങ്ങൾ കണ്ണൂരിലുള്ള ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിറ്റേന്ന് ദിവസം 12-ാം തീയതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാണ്, 12 ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് ഒരു മത്സരം, സൗഹൃദ മത്സരം. അതിൽ വളരെ പ്രശസ്ത എല്ലാവരും തന്നെ ബൂട്ട് അണിയുന്നുണ്ട്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്കിലും കളിക്കാതെ ഒരാളും ഉണ്ടാവില്ല അതിൽ. ആ സൗഹൃദ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ കണ്ണൂർ മേയർ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം സാദരം അത് ഏറ്റെടുത്തിട്ടുണ്ട്. 7:15 കളിക്കാരെ പരിചയപ്പെടുത്തുക, മറ്റ് ചടങ്ങുകളൊന്നുമില്ല. കളിക്കാരെ പരിചയപ്പെടുത്തിയിട്ട് 7:30 മുതൽ 9 മണി വരെയുള്ള 4 ടീമുകളാക്കി തിരിച്ചിട്ട് 4 സോണുകളായിട്ട്, കണ്ണൂർ കാസർഗോഡ് ഒരു സോണ്, കാലിക്കറ്റ് ഒരു സോൺ 2, മലപ്പുറം പാലക്കാട് 3, തൃശ്ശൂർ വയനാട്, അങ്ങനെ 4 സോണുകളായിട്ടുള്ള മത്സരമാണ്, സൗഹൃദ മത്സരമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഹോട്ടലിലേക്ക് തിരിച്ചു വരും. 11 മണിക്കാണ് നമ്മൾ വരവ് ചെലവ് കണക്കുകൾ. ഇന്നലെ ഒരു സൂം മീറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. ഇനി വർഷത്തിൽ
ഭാരവാഹികൾ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അതിനെ ആളുകൾ തുടരാൻ കണ്ണൂരിന് ഒരു ആതിഥേയത്വം കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഇതൊക്കെ ഞങ്ങൾ മെമ്പേഴ്സായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് ആളുകൾ തന്നെ സ്വയം